ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫ്രോൺസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം വണ്ടി വന്നിട്ടുള്ള വയനാട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ മെയിനായിട്ട് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ 4 ഡോർ സ്പീക്കർ, അതേപോലെ തന്നെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം. അത് മാത്രമല്ല ഇതിൽ സ്റ്റീറിങ് വരുന്നത്. ഇപ്പോൾ ബേസ് മോഡലാകുമ്പോൾ നമുക്ക് സ്റ്റീറിങ്, അതുപോലെ സ്റ്റീറിങ് വരുന്ന ബേസ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ഉള്ള ഒരു ഫുൾ ഓപ്ഷൻ്റെ ഒരു സ്റ്റിയറിംഗ് ആണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഡോർ പാഡിലൊന്നും അതിൽ സ്പീക്കേഴ്സ് ഇല്ല, സ്റ്റീരിയോ ഇല്ല. അപ്പോൾ അതിലേക്ക് ഫുള്ള് നമ്മൾ സ്റ്റീരിയോയും സ്പീക്കേഴ്സ് നമ്മൾ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈൽ ലൈറ്റ്, കണക്റ്റിംഗ് ടൈൽ ലാമ്പ് നമ്മൾ മാറ്റുന്നുണ്ട്. ഇത്രയും വർക്ക്, അതേപോലെ തന്നെ സീറ്റ് കവറും ചെയ്യുന്നുണ്ട്. ഇത്രയും വർക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കറിയാം വണ്ടി വന്നിട്ടുള്ളത് വയനാട്ടിൽ നിന്നാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കസ്റ്റമറെ പരിചയപ്പെടാം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ 4 ഡോർ സ്പീക്കർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ ആൽഫ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, ഒന്ന് നമ്മൾ വെക്കുന്നത് കൊയാക്സിലും, ഒന്ന് വെക്കുന്നത് കോമ്പണൻ്റ് സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും കാണാം. അതേപോലെ ഇതാണ് നമ്മുടെ സെറ്റ് വരുന്ന ഭാഗത്തെ കൺസോൾ എന്ന് വെച്ചാൽ 9 ഇഞ്ച് സാധാരണ കമ്പനി സ്റ്റീരിയോ വരുന്ന ഭാഗത്തെ ഒരു കൺസോളാണ്. അത് നമ്മൾ ഉരുടെടുത്തു. നമ്മൾ പുതിയൊരു സ്റ്റീരിയോയിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം. അത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പാനൽ വേണം. ഇതാണ് ആ പാനൽ. ഗ്ലോസി പാനലിലാണ് നമ്മൾ ആ സ്റ്റീരിയോ ആഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ഫിറ്റിങ്സിന് നമുക്ക് വയർ കട്ടിങ്ങോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാർപ്പ് എന്ന് പറഞ്ഞ ഒരു സ്റ്റീരിയോ ആണ്. ഷാർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സ്പീക്കറും അത് തന്നെ. ഇത് സ്പേസറാണ്. നമുക്ക് സ്പീക്കർ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് വരുന്നൊരു സ്പേസറാണ്. അത് റെയിൻ ഗാർഡ് അടക്കമാണ് അത് വരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റീരിയോ വരുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള ഒരു 2GB 32 ഷാർപ്പിൻ്റെ ഒരു സ്റ്റീരിയോ. ഇതിൻ്റെ 2 വർഷം നമുക്കിതിന് വാറണ്ടി ഉണ്ട്. 2 വർഷത്തോളം വാറണ്ടി കിട്ടുന്ന ഒരു സ്റ്റീരിയോ ആണ്. സ്പീക്കർ വരുന്നത് ഇതാണ്. ഇത് കൊയാക്സിലാണ്, ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ മോഡൽ കൊയാക്സിൽ സ്പീക്കർ. ഇതേപോലെ തന്നെ പിന്നെ നമ്മളൊന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കോമ്പണൻ്റ് ആണ്. കോമ്പണൻ്റ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇതാണ് കോമ്പണൻ്റ് സ്പീക്കർ. കോമ്പണൻ്റ് സ്പീക്കറിൻ്റെ പ്രത്യേകത സെപ്പറേറ്റ് ആയിരിക്കും, ട്യൂട്ടർ സെപ്പറേറ്റ് ആയിരിക്കും. ഇതിൻ്റെ സ്പീക്കറിനോട് ചേർന്ന് വരുന്ന ട്യൂട്ടർ അല്ല, ട്യൂട്ടർ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യേണ്ടി വരും. കൊയാക്സിൽ എന്ന് പറയുമ്പോൾ സ്പീക്കറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ വൂഫറിൻ്റെ ഒപ്പം തന്നെയാണ് ട്യൂട്ടർ വരുന്നത്. അപ്പോൾ ഇത്രയും വർക്ക് നമ്മളിതിൽ ചെയ്യുന്നത്. പിന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവറും നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് കാണാം. അപ്പോൾ സ്പീക്കറിൻ്റെ ഫ്രണ്ടിലെ ഡോറിലെ സ്പീക്കറാണ് ഫിറ്റ് ചെയ്തു. അത് ട്യൂട്ടർ അടക്കം, അല്ല ബാക്ക് ഡോറിലെ സ്പീക്കറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ട്യൂട്ടർ അടക്കമാണ് വരുന്നത് അതിൽ. എന്നുവെച്ചാൽ കൊയാക്സിൽ സ്പീക്കറാണ് ഫിറ്റ് ചെയ്തതാണ്. അതിൻ്റെ ബാക്കിൽ വരുന്നതാണ് റെയിൻ ഗാർഡ്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ കോമണൻ്റാണ് ഫിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ബാക്കിലേക്കുള്ള നമ്മുടെ ക്യാമറ നമ്മളവിടെ ഫിറ്റിങ് കഴിഞ്ഞു. കറക്റ്റ് കമ്പനി ഫിറ്റ് ചെയ്യുന്ന അതേ ഭാഗത്ത് തന്നെ OE ക്യാമറ ഫിറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഷാർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാമറയും സ്പീക്കറുമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ബാക്കിലത്തെ സ്പീക്കർ വരുന്നത് ഇതാണ്. ബാക്കിൽ കൊയാക്സിൽ തന്നെ 2 സൈഡിൽ നമ്മൾ കൊയാക്സിൽ വെച്ചു. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മൾ ചെയ്യുന്നത് കോമണൻ്റ് സ്പീക്കറാണ് ഫ്രണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂട്ടർ സെപ്പറേറ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ട്യൂട്ടർ ശരിക്കും ഡോർ പാഡിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ട്യൂട്ടർ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാം, നമുക്ക് സ്റ്റിയറിംഗ് ബേസ് മോഡൽ സ്റ്റിയറിംഗ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് ചേഞ്ചിങ്ങിനോ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിൽ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കറക്റ്റായിട്ട് സാധനം അഴിച്ചു മാറ്റുന്നു, പുതിയത് നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. ശരിക്കും വണ്ടിയുടെ എന്താ പറയുക, സ്റ്റിയറിംഗിൻ്റെ ഒരു ഉപയോഗം മാത്രമേ അതിൽ വരുന്നുള്ളൂ. വേറെ കൺട്രോൾസ് വേറെ ഒന്നും അതിൽ വരുന്നില്ല. വെറും ബേസ് മോഡലിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഇത് മാറ്റിയിട്ട് നമ്മൾ ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് ആണ് വെക്കുന്നത്. അതിൽ നമുക്ക് സെറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ഊരിയിട്ടുള്ളൊന്ന് കാണാം. അതേ സ്റ്റിയറിംഗ് നമ്മൾ ഊരി ഫുള്ളായിട്ട് അതിന് 2 സ്വിച്ചുകളും 2 സൈഡിൽ 2 ലിവർ മാത്രമേ നിൽക്കുള്ളൂ. ഒന്ന് നമ്മുടെ വൈപ്പറിൻ്റെ അതിൻ്റെ വർക്ക് ചെയ്യണതിൻ്റെയും, പിന്നെ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ലിവർ നമ്മുടെ ഹെഡ് ലൈറ്റ്, പാർക്ക് അങ്ങനെയുള്ള ലൈറ്റുകളുടെ കണക്ടറും കൂടിയാണ്, സ്വിച്ചാണ്. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ നമ്മൾ ഫുള്ള് കപ്ലർ ഇട്ടിട്ടാണ് ചെയ്യണമെന്നുള്ളത്. എല്ലാത്തിനും നമ്മൾ കപ്ലർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വയർ കട്ടിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. ഈ സ്റ്റിയറിംഗിൻ്റെ പ്രത്യേകത നമ്മൾ ജെന്യുവൻ പാർട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മാരുതിയുടെ ഒറിജിനൽ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ പാർട്ട് തന്നെയാണ് നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്നത്. അതിലും വയർ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല.
അതേപോലെ തന്നെ ഹബ്ബും അതിൽ തന്നെ വരുന്നുണ്ട്. അതും മാരുതിയുടെ തന്നെ ഒറിജിനൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി ഈ ബേസ് മോഡൽ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ഓപ്ഷനാക്കി മാറ്റാനുള്ളൊരു ഐഡിയയും കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇതിനും വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അതിൽ ആ കപ്ലർ ഉണ്ടാവും. ആ കപ്ലർ വെറുതെ അതിൽ കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതൊക്കെ സോക്കറ്റുള്ള ഫിറ്റിങ്സ് ആണ് കേട്ടോ. ഈ സോക്കറ്റ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കും, ഫിറ്റ് ചെയ്യും, ആ സോക്കറ്റ് അതിൽ കുത്തും. ഇത്രയും വർക്ക് നമുക്കതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ ഫ്രണ്ട് ഉള്ളിലേക്കല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹബിൻ്റെ ഫിറ്റിങ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒക്കെയും കപ്ലറാണ് കണ്ടോ. ഇതേ പ്ലഗിങ് ഇതേ പ്ലഗ് ചെയ്ത് അതിൽ വെക്കലാണ്. ഇത് ടൈറ്റ് ചെയ്യുന്ന അതിൻ്റെ വർക്ക് നമ്മുടെ അവിടെ കഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാരുതിയുടെ ഒരു എല്ലാ വണ്ടികളിലും സ്റ്റിയറിംഗ് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ട്യൂട്ടറിൻ്റെ കാര്യം. കോമ്പണന്റ് സ്പീക്കറിൽ വരുന്ന ട്യൂട്ടർ സെപ്പറേറ്റ് ആണ് വരുന്നത്. അത് നമ്മൾ സൈഡിൽ നമ്മുടെ ഡോർ പാഡിൻ്റെ മുകളിൽ വരുന്ന ചെറിയൊരു ക്വാർട്ടർ പീസ് ഉണ്ട്, ചെറിയൊരു പീസ് ആണ്. പീസിൽ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ട്യൂട്ടർ ഫിറ്റ് ചെയ്യുന്നത്. ട്യൂട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് കോമ്പണന്റ് സ്പീക്കർ. ഇത് നമ്മുടെ കോമ്പണന്റ് സ്പീക്കറിൻ്റെ കൂടെ വരുന്ന ട്യൂട്ടറാണ്. സെപ്പറേറ്റ് ആണ് ട്യൂട്ടർ വരാം. ഞാൻ പറഞ്ഞിരുന്നു കൊയാക്സലാണെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ട്യൂട്ടർ വരും. ഇത് ട്യൂട്ടർ സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ വർക്കുകളിൽ ഇതേ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് നമുക്ക് പാനൽ പാക്ക് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഡാഷ്ബോർഡിനുള്ള പാനൽ ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറിലെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സും അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ഇതിലേക്ക് ഒരു സീറ്റ് ഫിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പക്ഷേ സീറ്റിൻ്റെ വർക്ക് നമുക്ക് ഇല്ല, നമുക്ക് തെറ്റി പറഞ്ഞതാണ്. സീറ്റ് നമുക്ക് ഈ വണ്ടിയിലില്ല, സീറ്റിൻ്റെ വർക്കില്ല. സ്റ്റിയറിങ് അതേപോലെ തന്നെ സ്റ്റീരിയോ ഇത്രയും വർക്ക് നമുക്ക് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സിൻ്റെ കാര്യം. ആ ചെറിയൊരു പാഡിലാണ് ട്യൂട്ടർ ഫിറ്റ് ചെയ്യുന്നത്. കറക്റ്റ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കടത്തിയിടും. ഇത് നമ്മുടെ പഴയ സ്റ്റിയറിങ്ങോട് മാറി സ്റ്റിയറിംഗ് ആണ്. അത് നമ്മളിത് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഹബ്ബ് മാറ്റിയതും നമ്മുടെ ഡിക്കിയിൽ വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ വെച്ചേക്കണ സ്റ്റീരിയോ ഉണ്ടല്ലോ, സ്റ്റീരിയോ ഷാർപ്പിൻ്റെ സ്റ്റീരിയോയുടെ പ്രത്യേകത നമുക്ക് 2 വർഷം നമുക്കിതിന് വാറണ്ടി ലഭിക്കുന്നത്. 2 വർഷം വാറണ്ടി ഉള്ളൊരു സ്റ്റീരിയോ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ സ്റ്റിയറിംഗ് വരുന്ന കൺട്രോളുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിൽ വരുന്ന നമുക്ക് വോളിയം, പ്ലസ് മൈനസ്, അതുപോലെ തന്നെ ഫാസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത്, ഇതൊക്കെ നമുക്ക് അതിൽ ഈ സ്വിച്ചിലാണ് നമുക്ക് വർക്ക് ചെയ്യിക്കുക. പിന്നെ റൈറ്റ് സൈഡിൽ വരുന്ന സ്വിച്ചുകൾ, അതിപ്പോൾ ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നമുക്ക് സ്വിച്ചുകൾ ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഇത് നമ്മൾ റിവേഴ്സ് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ഇട്ടപ്പോൾ ക്യാമറ ഓണായി. അതേപോലെ നമുക്ക് വൈഡായിട്ട് നല്ല വൈഡായിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റൂൾ ലൈൻ അതിലില്ല. റൂൾ ലൈൻ നമുക്ക് സെറ്റിങ്സിൽ എടുത്തിട്ട് നമുക്കത് കൂടി ഇട്ടിട്ടൊന്ന് കാണും ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വൈഡായിട്ട് കാണാവുന്നതും അതേപോലെ തന്നെ നൈറ്റ് വിഷൻ ഓപ്ഷനുള്ളൊരു ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതേ റൂൾ ലൈൻ ഓൺ ആക്കി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നൈറ്റ് വിഷൻ ഓപ്ഷനുള്ളൊരു ക്യാമറയാണ് കേട്ടോ. നമുക്ക് രാത്രിയായാലും നല്ല ക്ലിയർ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോസി പാനലിൽ സ്റ്റീരിയോ വന്നപ്പോൾ നല്ല ഷോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞ് നമുക്ക് റേഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വണ്ടി വന്നിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ വയനാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് അവരൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഇതിൽ ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാകുമ്പോൾ ശരിക്കും ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ നല്ല ഷോ വരുന്ന ഒരു ഐറ്റാണ്. നല്ല ഷോ തന്നെയാണ് ശരിക്കും ഡാഷ്ബോർഡിലേക്ക് അത് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ട്യൂണിങ് കാര്യങ്ങളും മെമ്മറി ഒക്കെ അതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറയാൻ നമുക്ക് ഗൂഗിൾ മാപ്പും അതേപോലെ തന്നെ വാട്സപ്പോ അതേപോലെ യൂട്യൂബ് ഇതൊക്കെ നമുക്ക് അതിൽ ചെയ്യട്ടെ. എന്ന് വെച്ചാൽ ഇത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ളൊരു സെറ്റും കൂടിയാണ്. നമുക്ക് ഫോണിൽ വരുന്ന എല്ലാ ഇതും അതിലേക്ക് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അതിൽ ഡാറ്റ വഴിക്ക് നമ്മൾ ഡാറ്റ കൊടുക്കണമെങ്കിൽ നമ്മൾ വൈഫൈ വഴിക്ക് ഡാറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ പ്ലേ സ്റ്റോറിൽ എല്ലാ ആപ്പുകളും ഡൗൺലോഡ് ചെയ്യാം. അതിനുള്ള സൗകര്യമുണ്ട്. ഇനി നമുക്ക് വണ്ടി വന്നിട്ടുണ്ടല്ലോ, വണ്ടി കൊണ്ടുവന്ന് അവരായിട്ടൊന്ന് പരിചയപ്പെടാം നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന വണ്ടി ഒരു ഫ്രോൺസ് വണ്ടിയാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി വന്നിട്ടുള്ളത് വയനാട്ടിൽ നിന്നാണ്. അപ്പൊ ഒന്ന് അമല് അതേപോലെ തന്നെ ഷോൺ
ഇവർ രണ്ടുപേരും കൂടി കാലത്തോടെ ഒന്ന് പോന്നു. ഇവിടെ ഒരു 10:30 എത്തിയില്ലേ, 11 മണിയോട് കൂടി ഇവിടെ വന്നു. നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഷാർപ്പിന്റെ ഒരു 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ തന്നെ 4 ഡോർ സ്പീക്കർ, പിന്നെ നമ്മൾ ഇതിന്റെ സ്റ്റിയറിംഗും മാറി. ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വർക്കും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണം? നിങ്ങള് തൃപ്തിയല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.